ഓക്കെ. Sir, 100 നമ്മുടെ question ആണോ? ഏതാ 100 question ആണോ? അത് സെയിം UPSCയുടെ സെയിം പാറ്റേൺ, ഒരു വ്യത്യാസവും ഇല്ല. മാനസി റിജോയിൻ ചെയ്യണം. നിങ്ങൾ റെക്കോർഡിങ്ങിനുള്ള ഇവർ അമേരിക്കൻ സ്റ്റാൻഡേർഡ് പ്രകാരമാണ് എല്ലാവരുടെയും പെർമിഷൻ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ആരും ഒരാളിപ്പോ പുറത്തു പോയി, നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്തില്ല, നിങ്ങൾ പുറത്തു പോയി. യെസ്. അപ്പൊ നമ്മളുടെ സ്ക്രീൻ നിങ്ങൾക്ക് കാണാമോ? ഇല്ല സർ, വന്നിട്ടില്ല. ഇപ്പൊ കാണുന്നില്ല? വന്നു സർ, വന്നു. ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? എക്സാംസിന്റെ ഷെഡ്യൂൾ ആണോ കാണുന്നത്? അല്ല സാറിന്റെ സാർ പ്രസന്റ് ചെയ്യുന്നതാ കാണുന്നത്. ഓക്കെ. പ്രസന്റിംഗ് ടു എവരിവൺ കാണിക്കുന്നു. ഇപ്പൊ കാണാം സർ. നിങ്ങൾ ഈ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ നമുക്ക് അബ്സല്യൂട്ടിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇപ്പൊ നമുക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസർച്ച് ടീമാണ്, നല്ലൊരു ടീം. അപ്പൊ ആ ഒരു 10-12ഓളം മികച്ച റിസർച്ചേഴ്സ് അബ്സല്യൂട്ടിന് വേണ്ടി 24/7 നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ നമ്മള് ആദ്യത്തെ ഈ സിലബസ് നിങ്ങളൊന്ന് ഓടിച്ചു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, വളരെ ഇൻഡെപ്ത് പ്രിപ്പറേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഒരു പ്രിപ്പറേഷൻ, ഈ ടെസ്റ്റ് സീരീസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം ശ്രീ ഹരി കള്ളിക്കാട്ടിൽ നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു 100 ടെസ്റ്റ് സീരീസ് ചെയ്യുന്നയാൾ ഉറപ്പായിട്ടും പ്രിലിം പാസ്സായിരിക്കും. അയാള് പാസ്സാവാണ്ടിരിക്കത്തില്ല, അത്ര ഷുവറാ. കാര്യം എക്സാമുമായിട്ട് അത്രയും ഒരു ബന്ധം നമ്മൾ നേടിയെടുക്കുകയാണ് ടെസ്റ്റ് സീരീസിലൂടെ നടത്തുന്നത്. നിങ്ങൾ മത്സരിക്കുന്ന ആളുകൾ, ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? അവർ മാക്സിമം ട്രയൽ മാരത്തോൺസിലൊക്കെ അവര് പങ്കെടുക്കും. അപ്പൊ അവിടെ ചെന്നിട്ടൊരു പേടി ഉണ്ടാവേണ്ട കാര്യമില്ല. അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത്, നാളെ നടക്കാൻ പോകുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഇന്ത്യൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇന്ന് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മുടെ 5th എഡിഷൻ പുതിയ പുസ്തകം മലയാളത്തിലും വന്നിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ടോപ്പിക് ബൈ ടോപ്പിക്. നമ്മുടെ ആദ്യത്തെ എഡിഷനിലൊക്കെ 1-2 മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു, അതെല്ലാം റെക്ടിഫൈ ചെയ്തുകൊണ്ട് യാതൊരുവിധ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പുതിയ പുസ്തകമാണ് ഇപ്പൊ ഈ 5ാമത്തെ എഡിഷനിൽ നമുക്കിപ്പോ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ പൊളിറ്റി നിങ്ങൾ വേറെ ടെക്സ്റ്റുകളൊന്നും നോക്കേണ്ട. ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റിയും ഞാൻ എഴുതി ഇന്ത്യൻ ഭരണഘടനയുടെ പുതിയ എഡിഷൻസും മാത്രം നിങ്ങളുടെ കയ്യിൽ മതി. സോ ആദ്യത്തെ ചാപ്റ്റർ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, കോൺസ്റ്റിറ്റ്യൂഷന്റെ സാലിയൻ ഫീച്ചേഴ്സ്, പ്രിയാമ്പിൾ, സിറ്റിസൺഷിപ്പ്, ഇതെല്ലാം അതിനകത്ത് ചാപ്റ്റർ. ഇപ്പൊ കുറച്ചു പേർ എന്നോട് ചോദിച്ചു, സാറേ ഈ FR, DPSP, FD, LSG ഇതൊക്കെ എന്താ, ഒന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറഞ്ഞു. നിങ്ങളൊന്നും മനസ്സിലായില്ല, വെറുതെ ഗൂഗിളിൽ കയറി FR എന്ന് അടിച്ചാൽ കിട്ടും. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. നിങ്ങൾ കുറച്ച് തിങ്ക് ചെയ്യണം, അല്ലെ? മൗലിക റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. DPSP എന്ന് വെച്ചാൽ എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. അത് എന്റെ ബുക്കിലാണെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. FD എന്താണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. LSG എന്താണ്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ട്രൈബൽ ഏരിയാസ്, ട്രിബ്യൂണൽസ്, ലാംഗ്വേജസ്, ഇതൊക്കെ ചെറിയ ചെറിയ ചാപ്റ്റർ. കോൺസ്റ്റിറ്റ്യൂഷണൽ ഏതാ? ഓഫീഷ്യൽ ലാംഗ്വേജസ് ചാപ്റ്റർ അല്ലേ സർ? അതെ. കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ഇത്രയാണ് നാളത്തെ എക്സാമിനുള്ളത്. നിങ്ങൾ ഇനിയും പ്രിപ്പയർ ചെയ്യാത്തവരുണ്ടെങ്കിലും ഡോണ്ട് വറി, ഇനിയുള്ള സമയം ഇരുന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. ചിലപ്പോൾ ചില ആളുകൾക്ക് ആദ്യത്തെ എക്സാമിന് മാർക്ക് കുറവായിരിക്കും. കാര്യം നമ്മുടെ ആ ഒരു ട്രാക്കിലേക്ക് എത്തണേ 2-3 ദിവസം എടുക്കും, അല്ലെ? 2-3 എക്സാം ഒക്കെ എഴുതിയാണ് ട്രാക്കിലേക്ക് എത്തുക. ഏസറിനോ? അപ്പൊ ചില ആളുകൾ ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഫസ്റ്റ് പരീക്ഷ എഴുതൂല. അപ്പൊ അവർക്ക് രണ്ടാമത്തെ പരീക്ഷ എഴുതാൻ പറ്റുമോ? ഇല്ല. അവരുടെ മനസ്സിലൊരു പറ്റുമോ, ഞാൻ പരീക്ഷ എഴുതിയില്ല, വിട്ട് കളയാനുള്ള ഒരു മൈൻഡ്. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഇനി ഒന്നും പഠിക്കാത്ത ഇനിയുള്ള ഒരു 8-10 മണിക്കൂർ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഇനിയുള്ള ഒരു സമയമാണെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പരീക്ഷ മസ്റ്റായിട്ട് എഴുതിയിരിക്കണം, 100% എഴുതിയിരിക്കണം. നമുക്കറിയാം, ഇന്ന് നിങ്ങൾ തിരുവനന്തപുരത്തുള്ള അല്ലെ കേരളത്തിലുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേണമെങ്കിലും വിളിച്ച് അന്വേഷിച്ചോളൂ. 8,000 to 10,000 to 12,000 റുപ്പീസ് ആണ് ആവറേജ് ഫീസ് വരുന്നത്. നമ്മള് എല്ലാവർക്കും ഇത് ആക്സസബിൾ ആവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ വെറും ഒരു 2,200 രൂപയും GST വരത്തുള്ളൂ, 3,000 രൂപ ആകെപ്പാട് ഫീസായിട്ട് വെച്ചിട്ടുള്ളത്. നമ്മുടെ റിസർച്ച് ടീമിന് കൊടുക്കേണ്ട പൈസയുടെ 10-1 പോലും അതാവത്തില്ല. എങ്കിൽ പോലും എല്ലാവർക്കും ഏറ്റവും മികച്ചത് തന്നെ കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 9 to 11 എക്സാം നടക്കും. എക്സാം നമ്മുടെ
ആപ്പിലായിരിക്കും ചെയ്യുന്ന. ആപ്പിന്റെ ആക്സസിബിലിറ്റി ഇല്ലെങ്കിലും നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. ഏത് മെയിൽ ഐ ഡിന്ന് എക്സാം കയറിയിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. എന്നാൽ ഇനിയിപ്പോ ചേരണ്ട, ഞാൻ പോയിട്ട് അങ്ങ് എക്സാം എഴുതാം, അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങളുടെ എല്ലാ റിപ്പോർട്ട്സും എല്ലാ കാര്യങ്ങളും ഇവർക്ക് നമ്മുടെ IT ടീമിന് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും. കൃത്യം 11:30 to 1:30 നമ്മൾ ഇതിന്റെ ആൻസർ ഡിസ്കഷനും പാരലി ഉണ്ടാവും. അപ്പൊ അതിന്റെ ഡിസ്കഷൻസ് ആണ് നടക്കുക. അപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നു, നമുക്ക് എങ്ങനെ മുൻപോട്ടേക്ക് പോകാം, പിന്നെ ഇതിനേക്കാൾ ഉപരി നമ്മൾ ഒരു എക്സാമിൽ പങ്കെടുക്കാതിരിക്കുമ്പോഴും ഉള്ള വ്യത്യാസം എന്താണ്? ഇന്നലെ നമ്മുടെ ഓഫീസേഴ്സ് ഇന്ററാക്ട് ചെയ്യാൻ വരുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഒരു ടെസ്റ്റ് സീരീസ് മസ്റ്റായിട്ട് പങ്കെടുക്കും. പിന്നെ അത് കൂടാണ്ട് കൈ കിട്ടുന്ന ടെസ്റ്റുകൾ എല്ലാം ചെയ്യും എന്നാണ് അവർ പറയുന്നത്. ആണോ? അത് കഴിഞ്ഞ് കൈ കിട്ടുന്ന എല്ലാ ടെസ്റ്റുകളും ചെയ്യും. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം സൈക്കോളജിക്കലായിട്ട് നമ്മൾ ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലേക്ക് പോവുകയാണ്. ഇപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇത്രയും ഒരു കൃത്യതയോടുകൂടി തന്നെ എക്സാമിനെ നേരിടാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ 9-ാം തീയതി എക്സാം കഴിഞ്ഞു, 9-ാം തീയതി ശനിയാഴ്ച, കൃത്യം ഒരാഴ്ച നമുക്ക് സമയമുണ്ട്. ഇനി ജാനുവരി എന്ന് വെച്ചാൽ നമ്മുടെ പ്രിലിമിന്റെ ഒരു വട്ടം റിവിഷൻ കഴിഞ്ഞ് അടുത്ത റിവിഷനിലേക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകേണ്ട സമയമാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ ഏത് നിലയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇനി ചെയ്യാൻ പോകേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ സിസ്റ്റമാറ്റിക് അറ്റ്ലീസ്റ്റ് സിലബസ് എങ്കിലും നിങ്ങൾ പഠിച്ചു പോവുക. അപ്പൊ രണ്ടാമത്തെ ടെസ്റ്റ് 16-ാം തീയതി വരുന്ന മോഡേൺ ഇന്ത്യ 1857 വരുന്നുണ്ട്, റിവോൾട്ട്. പിന്നെ സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെന്റ്സ് ആണ്, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല എങ്കിൽ പഴയ ബാച്ചിലുള്ള കുട്ടികളുണ്ട്, നിങ്ങൾക്ക് നമ്മുടെ ആപ്പിന്റെ ആക്സസ് ഓഫീസിൽ നിന്ന് വിളിച്ചെടുക്കാം. നല്ല കിഡിലനായിട്ട് ഏറ്റവും ടോപ്പ് ഫാക്കൽറ്റീസ് ആണ് എടുത്തിട്ടുള്ളത്. ഇന്ന് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 സർവീസ് കിട്ടിയ ആളുകളാണ് എടുത്തിട്ടുള്ളത് ഈ ടോപ്പിക്. എടുത്ത് വായിക്കുക, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് എടുത്തിട്ടുള്ളത്. എടുത്ത് ഒന്നുകൂടെ കേൾക്കുക, ആക്സസ് എടുക്കുക. ദെൻ മൂന്നാമത്തെ ടോപ്പിക്കിൽ വരുന്ന എന്താണ്? നമ്മൾ സിസ്റ്റമാറ്റിക് ആണ് പോകുന്നത്. ഫിസിക്കൽ ജോഗ്രഫി ആദ്യം പോകും. 4 ടോപ്പിക്: ജിയോമോർഫോളജി, ഓഷ്യാനോഗ്രഫി, ക്ലൈമറ്റോളജി, ക്ലൈമറ്റിക് റീജിയൻസ്. അത് കഴിഞ്ഞ് എക്കണോമിക്സിന്റെ 1 വരുന്നു. എക്കണോമിക്സ് നമുക്കറിയാം ബേസിക് ആയിട്ട്. സർ, ഇപ്പൊ പൊളിറ്റി ലക്ഷ്മികാന്ത്, മറ്റൊരു വിപിൻചന്ദ്രൻ എന്ന് പറയും പോലെ ജോഗ്രഫിയിൽ ഏത് ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ? ജോഗ്രഫി +1 +2 NCERT മാത്രം മതി, വേറൊന്നും വേണ്ട. മതിയോ? വേറൊന്നും വേണ്ട, +1 +2 NCERT വായിച്ചാൽ. എക്കണോമിക്സ് നിങ്ങൾ എന്താണ്, ഒന്നുകിൽ ശങ്കർ കരപ്പയ്യ വായിക്കുക, ഞാൻ എഴുതിയ പുസ്തകമുണ്ട്, രമേഷ് സിംഗോ സഞ്ജീവ് വർമ്മയോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ഏതാണോ ഫോളോ ചെയ്യുന്ന ആ ബുക്ക് വായിക്കുക. NCERT വായിക്കുക, ബേസിക്കലി NCERT വായിക്കുക. എക്കണോമിക്സ് 1-ൽ NCERT ബുക്ക് വായിക്കുന്നത് നല്ലതാണ്. സമയം കുറവാണെങ്കിൽ വായിക്കേണ്ട, അല്ലെങ്കിൽ NCERT വായിക്കുന്നത് നല്ലതാണ്. കാര്യം പൊളിറ്റിയുടെ NCERT കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഡയറക്റ്റ് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഈ വർഷത്തെ പുതിയ NCERT ലിസ്റ്റ് ഇട്ടത് നിങ്ങൾ കണ്ടിരുന്നോ? നമ്മള് നോർമലി സയൻസ് ആൻഡ് ടെക് ഒഴിവാക്കാറുണ്ട്, പക്ഷെ ഇത്തവണ സയൻസ് ആൻഡ് ടെക്നോളജിയും കൂടി NCERT-ൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, പുതിയ പാറ്റേൺ പ്രകാരം. എക്കണോമിക്സിലേക്ക് വരുമ്പോൾ നാഷണൽ ഇൻകം വരുന്നുണ്ട്. പിന്നെന്താ വരുന്നത്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് വരുന്നുണ്ട്. സ്ക്രീൻ പോയി. ഏതാ? സ്ക്രീൻ പോയി. ഞാൻ കുറച്ച് പേര് ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തവരുണ്ട്, അവരെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. കുറെ പേര് സമയത്ത് കയറത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇതിനകത്ത് സ്ക്രീൻ കളഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവര് വെയിറ്റ് ചെയ്യാണ് ഒരു 10 മിനിറ്റ് ആയിട്ട്. ഒരു നിമിഷം, കുറച്ചു പേര് അപ്പൊ നമ്മുടെ കറണ്ട് അഫയേഴ്സും ഉണ്ടല്ലോ സർ. ഏതാ? കറണ്ട് അഫയേഴ്സിന്റെ ടെസ്റ്റ് സീരീസും ഉണ്ട്. കറണ്ട് അഫയേഴ്സിന്റെ ടെസ്റ്റ് സീരീസ് ഉണ്ട്. നമ്മളിപ്പോ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രിലിമിനറിയുടെ നമ്മുടെ ഒരു എക്സാമിന്റെ ടെസ്റ്റ് സീരീസ് എങ്ങനെ വേണം, ആ ടെസ്റ്റ് സീരീസിന്റെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം, സ്ക്രീൻ മാറിയിരുന്നു. അപ്പൊ നോക്കൂ, നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്ന ഈ രീതിയിലാണ്. നമ്മള് ഇപ്പൊ നമുക്ക് മൊത്തം ഇതിന്റെ കൂടെ ഒരു നിമിഷം, ഞാൻ കറണ്ട് അഫയേഴ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടേക്കുന്നത് കണ്ടോ?
ഓരോ ദിവസം ഇട്ടുണ്ട്. നമുക്ക് മൊത്തം എത്ര ടെസ്റ്റ് സീരീസ് ആണ് ഉള്ളത്? നമുക്ക് മൊത്തം 25 ടെസ്റ്റ് സീരീസുകളാണ് സിവിൽ സർവീസ് 2021 എക്സാമിന് വേണ്ടി നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിലിപ്പോ ഇന്ത്യൻ പൊളിറ്റിയുടെ ടെസ്റ്റ് നാളെ ആരംഭിക്കും. പിന്നീട് വരുന്ന മോഡേൺ ഇന്ത്യ വരുന്നു, ഫിസിക്കൽ ജോഗ്രഫി വരുന്നു, എക്കണോമിക്സ് ടെസ്റ്റ് സീരീസ് ഉണ്ട്. എക്കണോമിക്സിൻ്റെത് നാഷണൽ ഇൻകം, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, പബ്ലിക് ഫിനാൻസ്, മണി, ഇൻഫ്ലേഷൻ, ബാങ്കിങ്, മണി ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇത്രയും ടോപ്പിക്കുകളാണ് 30-ാം തീയതിയുടെ എക്സാമിൽ വരിക. സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുക. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എന്താണ് വരിക? ജനറൽ സയൻസ് വരുന്നുണ്ട്. ജനറൽ സയൻസ് നിങ്ങൾക്ക് NCERT ബുക്കുകൾ വായിക്കാം. സ്പേസ്, ഡിഫൻസ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഗ്രീൻ ടെക്നോളജി. അതിൽ സയൻസ് ആൻഡ് ടെക്കിന്റെ ക്ലാസ്സും പാരലി ആ സമയമാകുമ്പോഴേക്കും നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് അതിനെ നേരിടാൻ വലിയൊരു ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പോകാൻ പറ്റും. പാരലി കറണ്ട് അഫയേഴ്സ് ഏതൊക്കെയാണുള്ളത്? ഇന്ത്യൻ പൊളിറ്റിയുടെ കൂടെ ജാനുവരി ഫെബ്രുവരി കറണ്ട് അഫയേഴ്സ് ആണ് വരിക. അപ്പൊ നാളത്തെ എക്സാമിന്റെ കൂടെ ജാനുവരി ഫെബ്രുവരി കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അതുകൂടെ ഒന്ന് വായിച്ചു പോകുക. സെക്കൻഡ് എക്സാമിന്റെ കൂടെ മാർച്ച് ഏപ്രിൽ കറണ്ട് അഫയേഴ്സ് ഉണ്ട്. തേർഡ് എക്സാമിന്റെ കൂടെ മെയ് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഫോർത്ത് എക്സാമിന്റെ കൂടെ ജൂൺ കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഫിഫ്ത്ത് എക്സാമിന്റെ കൂടെ ജൂലൈ കറണ്ട് അഫയേഴ്സ് ഉണ്ട്. സിക്സ്ത് എക്സാമിന്റെ കൂടെ ഓഗസ്റ്റ് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. എല്ലാം കൃത്യമായിട്ട് നമ്മൾ പോകും. അപ്പൊ നമ്മുടെ എഫ്സിലുള്ള കുട്ടികൾ എല്ലാവരും തന്നെ ഈ വർഷം പ്രിലിമിനറി പാസ്സായി, മെയിൻ പാസ്സായി, ഇന്റർവ്യൂവിനെ നേരിട്ട് അവരെല്ലാവരും IAS IPS ഓഫീസർമാരായി മാറുക എന്ന വലിയൊരു ലക്ഷ്യം നമുക്കുണ്ട്. നിങ്ങൾ എല്ലാവരും സിവിൽ സർവീസിൽ എത്തും, സിവിൽ സർവീസിന്റെ ഭാഗമാണ്. ഇപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ക്ലാസ്സസും പാരലൽ നടക്കും. പിന്നെ 6ാമത്തെ ടെസ്റ്റിലേക്ക് നോക്കിയാൽ പൊളിറ്റിയുടെ പാർട്ട് 2 ആണ് വരിക. അതിലെന്താ വരിക? യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകാം. ഇപ്പൊ എല്ലാം ഒന്നിച്ച് തീർക്കേണ്ട കാര്യമില്ല. എവിടെയാണോ വന്നിട്ടുള്ളത് അത് മാത്രം നോക്കി പഠിച്ചു പോവുക. ഫെഡറലിസം ഉണ്ട്, സെന്റർ സ്റ്റേറ്റ് റിലേഷൻസ് ആണ് CS റിലേഷൻ എന്ന് കൊടുത്തിട്ടുള്ളത്, എമർജൻസി പ്രൊവിഷൻ, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, അമെന്റ്മെന്റ്സ് ഒക്കെ നിങ്ങൾ ആ PRSindia.org എന്ന് പറഞ്ഞ അല്ലെ, അതിനകത്തും നിങ്ങളുടെ ബിൽസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എലക്ഷൻ, യൂണിയൻ ടെറിട്ടറീസ്, ഇത്രയും കാര്യങ്ങളാണ് അവിടെ വരിക. ഓഗസ്റ്റ് കറണ്ട് അഫയേഴ്സും നടക്കും. അപ്പൊ ഈ രീതി പ്രിപ്പയർ ചെയ്യുന്നോണ്ടുള്ള ഗുണം എന്താണ്? നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് പ്രിലിമിനറിക്ക് ഈ രീതി പ്രിപ്പയർ ചെയ്യുന്നോണ്ടുള്ള ഗുണം എന്താണ്? കുറെ തീരും, അവസാനം സർ എല്ലാ മേഖലയും ടച്ച് ചെയ്ത് പഠിക്കാൻ കഴിയും. മുഴുവൻ സിലബസും നമ്മൾ പഠിക്കും ആണോ? അതെ അതെ അതെ. അതെ അതെ. പിന്നെ എന്താണ് നമ്മൾ ഫുൾ ടെസ്റ്റിലേക്ക് അവസാനം വരികയാണ്. അപ്പൊ സെക്കൻഡ് റിവിഷനുള്ള അവസരമോടെ കിട്ടുക. ഇന്ത്യൻ ജോഗ്രഫി ഫുൾ ടെസ്റ്റ് ആണ് 27/2 വരുന്നത്. ഇന്ത്യൻ ജോഗ്രഫി ഫുള്ള് നോക്ക് എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് നോക്കും. അതിനുശേഷം വരുന്നത് എക്കണോമിക്സ് 2, എക്സ്റ്റേണൽ സെക്ടർ, പ്ലാനിംഗ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ഇൻഫ്രാസ്ട്രക്ചർ, സർവീസ്, സോഷ്യൽ സെക്ടർ, കണ്ടംപററി എക്കണോമിക് ഇഷ്യൂസ്, ഇതെല്ലാം വരിക. അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി ആണ്. ഈ വർഷത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം, അഗ്രികൾച്ചർ, എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി ധാരാളം ചോദ്യങ്ങൾ വന്നു. കാര്യം ഇന്ത്യൻ സിവിൽ സർവീസിന്റെയും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെയും പ്രിലിമിനറി ഒന്ന് തന്നെ ആയതിനാൽ ആ ഏരിയ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ആ സമയമാകുമ്പോഴേക്ക് എന്റെ എൻവയോൺമെന്റ് മലയാളത്തിലുള്ള പുസ്തകം ഇപ്പൊ ഇറങ്ങും. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്തത് ആൻഷ്യന്റ് ആൻഡ് മിഡീവൽ ഹിസ്റ്ററിയും ആർട്ട് ആൻഡ് കൾച്ചറും ഒരുമിച്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകാനുള്ള ഒരു അവസരം കിട്ടുക. നോക്കൂ 11ാമത്തെ എക്സാം നോക്കൂ, ഞാൻ 11ആണ് ചർച്ച ചെയ്യുന്നത്. പ്രീ ഹിസ്റ്ററി ടു ലേറ്റർ മുഗൾസ്, മിഡീവൽ ഇന്ത്യ വരെയാണ് വരുന്നത്. ആർട്ട് ആൻഡ് കൾച്ചർ ആണ് ഏൻഷ്യന്റ് ടു മോഡേൺ വരുന്നത്. ഹലോ, ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന വിഷയം, ആർട്ട് എന്ന് പറഞ്ഞ ആൻഷ്യന്റ് ആണെന്ന് പലരുടെയും മനസ്സിലെ ഒരു തെറ്റിദ്ധാരണയാണ്. പിന്നെ മോഡേൺ പെയിന്റേഴ്സും ഒക്കെ ചോദ്യത്തിൽ വരത്തില്ലേ? ഡാൻസേഴ്സ്, ഇപ്പോഴത്തെ കണ്ടംപററി കുച്ചിപ്പുടി ഡാൻസർ ആരാണെന്നുള്ള ചോദ്യം വരാം. മനസ്സിലാവുന്നുണ്ടോ? അല്ല, അങ്ങനെയാ വരുന്നത്. അത് നിങ്ങൾ പത്രം വായിക്കുമ്പോൾ കിട്ടുന്നതല്ലേ ആരൊക്കെയാണെന്നുള്ളത്. ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞാൽ അത് ആൻഷ്യന്റ് മാത്രമല്ല, കണ്ടംപററി ആർട്ടിസ്റ്റുകളെ കുറിച്ചും കണ്ടംപററി കൾച്ചർ. ഇപ്പൊ എന്താ പറയാ, ക്ലാസിക്കൽ ലാംഗ്വേജ് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് വെച്ചാൽ കറണ്ട് അല്ലേ, ആണോ? പത്രം വായിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളാണ് അതിൽ വരിക. അപ്പൊ അതും നമ്മുടെ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് വരും. പാരലി ജാനുവരിയുടെ ഫുള്ള്
കറണ്ട് അഫയേഴ്സ് വീണ്ടും വരിക. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് കറണ്ട് അഫയേഴ്സ് നോക്കാനുള്ള സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാനുള്ള കാര്യമാണ്. 12 ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും IR വരും. ആ സമയം ആകുമ്പോഴേക്കും എന്റെ പുതിയ പുസ്തകം ഇന്ത്യയുടെ വിദേശ നയം എന്നുള്ള പുസ്തകവും വരുന്നുണ്ട്. അപ്പൊ UN, റീജിയണൽ ഓർഗനൈസേഷൻസ്, ഇന്റർനാഷണൽ ട്രേഡ്, ട്രീറ്റീസ്, കൺവെൻഷൻസ്, ഇതെല്ലാം നമ്മൾ കവർ ചെയ്തു പോകും. അടുത്ത സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പാർട്ട് 2 നിങ്ങൾ വരികയാണെങ്കിൽ ന്യൂക്ലിയർ, നാനോ, ബയോടെക്നോളജി, ഹെൽത്ത്, IT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, IPR. ഈ സയൻസ് ആൻഡ് ടെക്കിലെ ക്വസ്റ്റ്യന്റെ ഒരു രീതി എപ്പോഴും ഈ കറണ്ട് സയൻസും കറണ്ട് ടെക്നോളജിയാണ് വരുന്നത്, ട്രഡീഷണൽ സയൻസ് അല്ല. അതുകൊണ്ട് തന്നെ ഈ 13ാമത്തെ ടെസ്റ്റ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഇത് നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു മികച്ച വിജയം നിങ്ങൾക്ക് പാരലി നേടുവാൻ സാധിക്കും. ഇനി 14ാമത്തെ ടെസ്റ്റ് എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിയാണ്. എന്നാ നടക്കുക? 10/4 മാർച്ച്, ഏപ്രിൽ മാസമാണ് നടക്കുക. അതിൽ ക്ലൈമറ്റ് ചേഞ്ച് വരും, നെഗോഷിയേഷൻസ് വരും, എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻ വരും, ട്രീറ്റി, കൺവെൻഷൻ, സമ്മിറ്റ്സ്, എല്ലാം കൂടുതലും കറണ്ട് ആണ്. ആക്ട്സ്, പോളിസീസ്, ഹെൽത്ത് ഇമ്പാക്ട്, കോവിഡ് ഒക്കെ അതിനകത്ത് കയറി വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ 14ാമത്തെ ടെസ്റ്റിൽ നടക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോണം കേട്ടോ, ഏതെങ്കിലും ഏരിയ. 17 വരുന്നത് നമ്മൾ നോക്കൂ, നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് എത്ര ടു ദ പോയിന്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. സ്പെഷ്യൽ കീ ഏരിയാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ഒരു ടോപ്പിക് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ മറ്റ് അക്കാഡമികളുടെ ടെസ്റ്റ് സീരീസിന്റെ സിലബസും നമ്മുടെ സിലബസൂടെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇത്രയും അവർ കവർ ചെയ്യുന്നുണ്ടോ? ഒരു 10,000 12,000 ഒക്കെ വാങ്ങുന്ന ആളുകളാണ്. അവർ ഇത്രയും ഏരിയാസ് കവർ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എടുത്ത് നോക്കണം. നമ്മൾ കവർ ചെയ്യുന്നതിനകത്ത് നോക്കൂ, സ്പെഷ്യൽ കീ ഏരിയാസിൽ മാപ്സ്, സ്കീംസ്, ആക്ട്സ്, പോളിസീസ്, റിപ്പോർട്ട്സ്, ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്, അഗ്രികൾച്ചർ സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇത് വളരെ സയന്റിഫിക് ആൻഡ് പ്രൂവൺ മെത്തേഡാണ്. നമ്മള് റീസെന്റ് സിവിൽ സർവീസ് കിട്ടിയ ഒരു 25ഓളം ഓഫീസേഴ്സുമായിട്ട് നമ്മുടെ ഈ ടെസ്റ്റ് സീരീസിന്റെ ഷെഡ്യൂൾ തയ്യാറാക്കുന്നതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അവര് റീസെന്റ് പാസ്സായവരാണ്. അപ്പൊ അവര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ ഈ ടോപ്പിക്കുകളെല്ലാം ഉൾക്കൊള്ളിച്ചത്. അവർ പറഞ്ഞു ഇന്ന ഇന്ന ഏരിയാസ് വന്നാൽ ഇത് തീർച്ചയായിട്ടും നന്നായിരിക്കും, ഈ രീതിയിൽ ഇവർ പഠിച്ചു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും പാസ്സാവും എന്ന് പറഞ്ഞു. ഇനി 16ാമത്തെ ടെസ്റ്റ് എന്താണ് നടക്കുന്നത്? ഏതാ മാപ്പ്? നമ്മള് ജോഗ്രഫി പഠിക്കുമ്പോൾ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് സാറ് പഠിപ്പിക്കും. സാറ് പഴയ ബാച്ചേരെ പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ, പഠിപ്പിച്ചിട്ടില്ലേ? മാപ്പ് ബാച്ചു ഹലോ, മാപ്പ് റീഡിംഗ് ഒക്കെ പഠിപ്പിച്ചിട്ടില്ലേ? മാപ്പിനെ ബേസ് എല്ലാം മാപ്പ് അനുസരിച്ച് മാപ്പിൽ അപ്പൊ തന്നെ നമ്മളെ സാർ പ്രത്യേകം നിങ്ങൾക്ക് എടുക്കും. അപ്പൊ ആ മാപ്പിനെ ബേസ് ചെയ്ത് മാപ്പ് ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ഈ ആൻഡമാൻ ആൻഡ് നിക്കോബാറിന് ഇടയ്ക്കുള്ള ആ സ്ട്രേറ്റിന്റെ പേരെന്താണ്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. മാപ്പ് ബേസ്ഡ് ആണ്. മാപ്പ് തന്നെ നോക്കി നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ആ സ്പെഷ്യൽ കീ ഏരിയസ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു 5 ചോദ്യം കിട്ടും. ബജറ്റ് ആൻഡ് എക്കണോമിക് സർവേ. ബജറ്റ് എന്നാ വരാൻ പോകുന്നത്? നിർമ്മലാ സീതാരാമൻ ബജറ്റ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്, ആണോ? അപ്പൊ നിങ്ങളുടെ ക്ലാസ് ഇപ്പൊ ഫസ്റ്റ് ബാച്ച് ഒക്കെ ക്ലാസ് കഴിയുമ്പോഴേക്കും, ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും. ബജറ്റ്, എക്കണോമിക് സർവേ ഒക്കെ. അതിൽ നിന്ന് നമുക്ക് കുറെ ക്വസ്റ്റ്യൻ കിട്ടും. പ്രിലിം മാത്രമല്ല മെയിനും കിട്ടും. അപ്പൊ എങ്ങനെയുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും തോന്നുന്നുണ്ടോ ഇങ്ങനെ പഠിച്ചാല്? ഞാൻ 100% എനിക്ക് ഉറപ്പുണ്ട്, ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികളെല്ലാവരും പാസ്സാവും. ഇനി ഇത് പഠിക്കാണ്ട് ഞാൻ പാസ്സാവണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അപ്പൊ പഠിക്കണം, ഇരുന്ന് പഠിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ വളരെ സയന്റിഫിക് ആയിട്ടാണ് സംഗതികൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, ആ സിലബസ്. ഇനി 1-ാം തീയതി നമ്മുടെ എക്സാം ഏത് മാസമാണ് നടക്കാൻ പോകുന്നത്? 6-ാം മാസം, ജൂൺ 27. കഴിഞ്ഞ ദിവസം ശ്രീ ഹരി കള്ളിക്കാട്ട് IAS വന്നപ്പോ നിങ്ങളോട് പറഞ്ഞ എന്താണ്? ലാസ്റ്റ് 20 days എന്തേ പാടുള്ളൂ? റിവിഷനേ പാടുള്ളൂ. നമ്മൾ ഫുൾ സിലബസ് ടെസ്റ്റ്, അതില് പൊളിറ്റി മൊത്തം കവർ ചെയ്യാണ്. എൻറ്റയർ പൊളിറ്റി പ്ലസ് ജാൻ, ഫെബ്, മാർച്ച്, ഏപ്രിൽ കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യാൻ പോകും. ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഒരാള് 100% പാസ്സായിരിക്കും. 8-ാം തീയതി അടുത്ത ആഴ്ച എൻറ്റയർ സിലബസ് ഹിസ്റ്ററി അങ്ങ് തീർക്കുക. അടുത്ത ആഴ്ച എൻറ്റയർ ഹിസ്റ്ററി, ജിയോഗ്രഫി തീർക്കുകയാണ്. പാരലി കറണ്ട് അഫയേഴ്സും തീർക്കുകയാണ്. അടുത്ത ആഴ്ച എൻറ്റയർ എക്കണോമി തീർക്കുകയാണ്. ഏതിനെങ്കിലും മാർക്ക് കുറഞ്ഞാൽ ഞാൻ ആ സമയത്ത് പ്ലാൻ ചെയ്യുന്നത് വീക്കായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി
സ്പെഷ്യൽ ക്ലാസ്സസ് വെക്കാൻ പ്ലാൻ ചെയ്യുന്നു. ഏതെങ്കിലും ഏരിയ ഉണ്ടോ? 1-to-1 മെന്റേഴ്സുമായിട്ടുള്ള മീറ്റിംഗ്സ് നമ്മൾ അലോട്ട് ചെയ്യാണ്, വീക്കായവരെ ഇംപ്രൂവ് ചെയ്യാൻ. സിസാറ്റിന് വേണ്ടി സ്പെഷ്യൽ സെഷൻ വെക്കുകയാണ്, ജസ്റ്റ് പാസ്സാവാനുള്ള മാർഗം എങ്ങനെയും പഠിപ്പിച്ചു തരാൻ വേണ്ടി. എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി എൻറ്റയർ സിലബസ് 29/5 വരെ. പാരലി ഫെബ് മാർച്ച് ഏപ്രിൽ കറണ്ട് അഫയേഴ്സ്. ഇനി സയൻസ് ആൻഡ് ടെക്നോളജിയും ആ കൂടെ തന്നെ വരും. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യുന്നത്? നിങ്ങളിപ്പോ ആ പാറ്റേൺ ഒന്ന് നോക്കിയാട്ടെ. നമ്മുടെ ആദ്യത്തെ പാറ്റേൺ പാർട്ടായിട്ട് വരുന്നു, സ്പെഷ്യൽ ഏരിയാസ് എടുക്കുന്നു. നമ്മുടെ ഒരു 3 പാർട്ടായിട്ട് നമ്മുടെ ഈ മോക്ക് ടെസ്റ്റിനെ നമുക്ക് തിരിക്കാൻ പറ്റും. രണ്ടാമത്തെ പാർട്ടിൽ എങ്ങനെയാ വരിക? എൻറ്റയർ എക്സാംസ്, എൻറ്റയർ ടോപ്പിക്സ് ഫുൾ എക്സാം ആയിട്ടാണ് വരുന്നത്. ഇനി മൂന്നാമത്തെ പാറ്റേൺ എന്താണ് വരുന്നത്? ഫുൾ എക്സാം, സിസാറ്റ് ഫുൾ ടെസ്റ്റ്. 12/6 സിസാറ്റ് പേപ്പർ 1 ഫുൾ മോക്ക് ടെസ്റ്റ് വരികയാണ്. GSന്റെ ഫുൾ മോക്ക് ടെസ്റ്റ് അതുപോലെ തന്നെ ഫുൾ മോക്ക് ടെസ്റ്റ് വരുന്നു. ലാസ്റ്റ് ഫുൾ മോക്ക് ടെസ്റ്റ് വരുന്നു 25. അതായത് തലേ ദിവസം വരെ നമ്മൾ എക്സാം എഴുതുകയാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു രസം. മനസ്സിലാവുന്നുണ്ടോ? തലേ ദിവസം ഒന്നും നിങ്ങളൊന്നും പഠിക്കേണ്ട. നമ്മള് തൊട്ട് തലേ ദിവസവും എക്സാം എഴുതി നമ്മൾ ആ പാറ്റേണിനോട് ചേർന്നിരിക്കുക. എന്നിട്ട് അന്ന് നന്നായിട്ട് ഉറങ്ങുക, നല്ല ഹാപ്പി ആയിട്ട് ഉറങ്ങുക. ഹാപ്പി ആയിട്ട് ഉറങ്ങിയിട്ട് എന്ത് ചെയ്യാം? പിറ്റേ ദിവസം ഐശ്വര്യമായിട്ട് പോയി പരീക്ഷ എഴുതും. അപ്പൊ ഇതാണ് നമ്മുടെ പാറ്റേൺ. ചില ആളുകൾ 2022 എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ എക്സാം എഴുതിയാൽ ഒരു നല്ല റിവിഷൻ നടക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്ന മാർക്ക് കുറവായിരിക്കും. ഡോണ്ട് വറി, കുറെയെങ്കിലും നമ്മൾ പഠിച്ചു തീർക്കും ഈ ഷെഡ്യൂളിൽ പോയി കഴിഞ്ഞു. പറ്റുമോ? നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള ബേസിക് ബുക്സുകളും ഒക്കെ ഒന്ന് പഠിക്കുക. അപ്പൊ ഈ രീതിയിൽ നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് മുൻപോട്ടേക്ക് കൊണ്ടുപോകാം. ഈ രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻ മുൻപോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഞാൻ 100% ഗ്യാരണ്ടി. ഞാൻ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് നമുക്ക് ഒന്നും അറിയില്ലായിരിക്കും. നമ്മൾ വൈൽഡ് ഗസ്സിങ് കുറെ ട്രയൽ ആൻഡ് എറർ ഒക്കെ നടക്കും. പക്ഷെ നമ്മുടെ പേടി കുറെ ആയിട്ട് കുറഞ്ഞിരിക്കും, നന്നായിട്ട് കുറഞ്ഞിരിക്കും. നമുക്ക് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വാട്ട് ടു സ്റ്റഡി, വാട്ട് നോട്ട് ടു സ്റ്റഡി എന്നതിനെ കുറിച്ച് അത്യാവശ്യം ധാരണ ഉണ്ടാക്കി. എനിക്ക് തോന്നിയൊരു സംഭവം അതാണ്. ശരിയാണ്, ഉറപ്പായിട്ടും. അപ്പൊ നന്ദ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ എക്സാമിൽ മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് ഒന്നാമത്തെ തരും. രണ്ടാമത്തെ തരും, ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് പോർഷൻസ് കവർ ചെയ്യാൻ പറ്റില്ല. ഇന്ന് മാക്സിമം ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പേടിയില്ലാതെ, ടെൻഷൻ ഇല്ലാതെ ഒരു സിസ്റ്റമാറ്റിക്കലി പോകാൻ പറ്റുന്നുണ്ട്. ആ ഒരു ധൈര്യം കിട്ടിയതും അതുകൊണ്ട്. പക്ഷെ എനിക്ക് അറിയത്തില്ല സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അതെങ്ങനെ ഞാൻ പറയാം. അതൊന്നുമില്ല. ഞാൻ പറയുന്നത്, നിങ്ങൾ ഇതിനകത്ത് മാർക്ക് എത്ര സ്കോർ ചെയ്യുന്നു നിങ്ങൾ നോക്കുകയേ വേണ്ട. ഇപ്പൊ കുറെ പിള്ളേർ ഈ ടെസ്റ്റ് സീരീസ് പങ്കെടുക്കാത്തതിന് കാര്യം എന്താണെന്നറിയാം? മാർക്ക് കുറയൂ എന്ന് പേടിച്ചിട്ട്. നമ്മുടെ അൾട്ടിമേറ്റ് എയിം ഈ പാറ്റേണുമായിട്ട് കറക്റ്റ് ആയിട്ട് എന്താണ് സിങ്ക് ആവുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് 0 മാർക്ക് കിട്ടിയാലും നമുക്ക് കുഴപ്പമില്ല. നിങ്ങൾ എക്സാം എഴുതണം, എല്ലാ എക്സാം എഴുതും. നിങ്ങളുടെ എഫേർട്ട് പരമാവധി എടുക്കുക. ഇപ്പൊ ചിലർ ഇപ്പൊ ഒരു 15 ദിവസമായിട്ട് പഠിക്കുകയാണ്, ചിലർ ഇതുവരെ പഠിച്ചിട്ടില്ല. ഇനിയുള്ള എത്ര മണിക്കൂറാണ്? ഒരു 6 മണിക്കൂറോ അല്ലെ 8 മണിക്കൂറോ അവർക്ക് പഠിക്കാൻ കിട്ടുന്നുള്ളൂ. ഡോണ്ട് വറി, ആ 8 മണിക്കൂർ വെച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. ഒരു 2 എക്സാം 3 എക്സാം ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ പതിയെ എക്സാമിന്റെ ഒരു പാറ്റേണിലേക്ക് വരും. പിന്നെ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചോളും. നിങ്ങൾക്ക് കൃത്യമായിട്ടും ഈ എക്സാമിനെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നേരിടാൻ പറ്റുകയും ചെയ്യും. എക്സാമിനെ നേരിടാൻ പറ്റും. അപ്പൊ മോക്ക് ടെസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിലിം പാസ് ആവണോ ടെസ്റ്റ് സീരീസ് പങ്കെടുത്തേ പറ്റൂ. പ്രിലിം പാസ് ആവൂല അല്ലാണ്ട്. കാര്യം ഇതെന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ചില പിള്ളേർ ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ കാണുന്ന ഈ UPSCയുടെ എക്സാം ഹാളിൽ കയറുമ്പോഴാണ്. അപ്പൊ ഒരുപാട് നിങ്ങൾ തെറ്റ് വരുത്തും. ആ തെറ്റിപ്പോ ഈ ടെസ്റ്റിൽ കൂടെ മാക്സിമം വരുത്തിയ പിന്നെ അവിടെ തെറ്റ് വരുത്തത്തില്ല. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. ഇന്നലെ നമ്മുടെ IAS ഓഫീസർ നിങ്ങളോട് പറഞ്ഞ എന്താണ്, കഴിഞ്ഞ പരീക്ഷയ്ക്ക് അയാൾക്ക് 156 മാർക്കോ മറ്റോ ഉണ്ടായിരുന്നു അല്ലെ? അതിൽ അയാൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എത്രയായിരുന്നു ഉണ്ടായിരുന്നു? വെറും 47 ചോദ്യങ്ങളെ ഉണ്ടായിരുന്നു. ബാക്കി ക്വസ്റ്റ്യന്റെ പാറ്റേൺ കണ്ട് ഒരു വൈൽഡ് ഗസ്സും എല്ലാം കൂടെ കൊടുത്തപ്പോ അത്രയും മാർക്ക് കിട്ടി. അപ്പൊ നിങ്ങളിത് കൃത്യമായിട്ട് പോവുക. ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം അടുത്ത ഒരു കൃത്യം 30 ദിവസത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ വരിക. ഫെബ്രുവരി 10 നോട്ടിഫിക്കേഷൻ വരിക. എക്സാമിന് അപേക്ഷിക്കും. നമ്മുടെ മുമ്പിൽ 6 മാസമേ ഉള്ളൂ. എന്തായാലും കോവിഡ് കാലമാണ്, നമുക്ക് കൂടുതലായിട്ടൊന്നും ഇപ്പൊ ചെയ്യാനില്ല. പുറത്തിറങ്ങി ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ മുഴുവൻ സമയവും പഠനത്തിന് വേണ്ടി വിനിയോഗിക്കുക. അത് കഴിഞ്ഞ് പാരലി നമ്മുടെ മെയിൻസിന്റെ റൈറ്റിങ്ങും പാരലി എഴുതുക.
അബ്സല്യൂട്ടിന്റെ ഇപ്പോഴത്തെ പ്രിപ്പറേഷൻ കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്, പല ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾക്ക് അറിയാം, കേരളത്തിലെ തന്നെ പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അബ്സല്യൂട്ടിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് കോച്ചിങ്ങിന്. ഇപ്പൊ തിരുവനന്തപുരം മാറി വാനിയസ് കോളേജ് നമ്മുടെ അടുത്തേക്ക് വന്നു, ആലപ്പുഴ ST കോളേജ് നമ്മുടെ അടുത്തേക്ക് വന്നു. എന്താണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ? മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവിടെ ചെയ്തിരുന്നതാണ്. അവരെ മാറ്റിക്കൊണ്ടുവരാനുള്ള കാര്യം എന്താണ്? നമ്മുടെ രീതികള്, റിസർച്ച് രീതികള് കൃത്യമാണ്, അത് ഏറ്റവും മികച്ച രീതിയിലാണ് പോകുന്നതെന്നുള്ള ബോധ്യം അവർക്കുണ്ടായത് കൊണ്ട് തന്നെയാണ്. അപ്പൊ വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷനിൽ നിങ്ങൾ പങ്കെടുക്കുക, സീരിയസ് ആയിട്ട് പങ്കെടുക്കുക. ഇന്ന് അഡ്മിഷൻ എടുക്കാത്ത ആളുകൾ ഇന്ന് തന്നെ ഓഫീസിൽ വിളിച്ച് 9447259402 എന്ന നമ്പറിലോ, ഓഫീസ് നമ്പർ നമ്മുടെ വെബ്സൈറ്റിലും കിടപ്പുണ്ട്, absoluteIASacademy.com, ആ ഏതെങ്കിലും നമ്പറിൽ വിളിച്ച് ഇന്ന് തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. നാളെ നമ്മുടെ ആപ്പിലൂടെ ആയിരിക്കും പരീക്ഷ നടക്കുന്നത്. അബ്സല്യൂട്ടിന്റെ ആപ്പിൽ പ്രിലിമിനറി ടെസ്റ്റ് സീരീസ് 2021 എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആപ്പിൽ രജിസ്ട്രേഷൻ കിട്ടാത്തവർക്കും എഴുതാൻ പറ്റും, അങ്ങനെയല്ലേ? അല്ലെ? ആപ്പിൽ രജിസ്റ്റർ ചെയ്യാത്ത പുറത്തുനിന്നുള്ള കുട്ടികളുണ്ട്, അപ്പൊ ആപ്പിൽ ആക്സസ് ഇല്ലാത്തവർക്കും എഴുതാൻ പറ്റും. നിങ്ങൾ ആരൊക്കെ കയറി എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് റിപ്പോർട്ട് കിട്ടുമ്പോൾ കാണും. ഇമ്മീഡിയറ്റ് ആണ് അതിന്റെ ഡിസ്കഷനും വരുന്നത്. ആ ഡിസ്കഷനും മനസ്സിലാവുമ്പോൾ നമുക്ക് എവിടെ തെറ്റി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നീട് നിങ്ങൾ അതായത് ബുക്സ് ഒന്ന് നോക്കി വായിക്കുക, തെറ്റ് മനസ്സിലായ കാര്യം മനസ്സിലാക്കുക. ഷാഹിദ് തിരുവള്ളൂർ എന്ന് പറഞ്ഞ വ്യക്തി ആദ്യം പരീക്ഷ എഴുതിയപ്പം 0-ലും താഴെ മാർക്ക് പോയി. പക്ഷെ അദ്ദേഹം താൻ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇന്ന് സിവിൽ സർവീസ് ഓഫീസറാണ്. അപ്പൊ ഇതിന്റെ ഒരു എന്നാ ഇനി ഈ പൈസ ഒന്ന് ലാഭിച്ചേക്കാം, ടെസ്റ്റ് സീരീസിൽ പങ്കെടുക്കേണ്ട, അങ്ങനെ ദയവ് ചെയ്ത് ചിന്തിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജസ്റ്റ് ഫോൺ നമ്പർ എടുത്തിട്ട് ഒന്ന് വിളിച്ച് ചോദിച്ചോളൂ, അവരെല്ലാം പറയും 8000 10,000 എന്നൊക്കെ പറയുന്നിടത്ത് നമ്മൾ നിസ്സാര ഒരു ചെറിയ ഫീസാണ് വെച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും ഒരുമിച്ച് ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അത് ഓഫീസിൽ വിളിച്ചു പറഞ്ഞാൽ അവർ 2-3 ഇൻസ്റ്റാൾമെന്റ് ആക്കണേലും ആക്കി തരും. കാര്യം എന്റെ ഒരു വിഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും എഴുതണം, ആരും എഴുതാണ്ടിരിക്കരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ എക്സാമിൽ ഉറപ്പായിട്ടും പങ്കെടുക്കുക. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഈ കീസും എല്ലാം കിട്ടും. പിന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ എത്ര ക്വസ്റ്റ്യനാണ് നിങ്ങൾ ചെയ്തു പോകുക? 25 ടെസ്റ്റിൽ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യും? 2500 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാൻ. ഇവിടെ അബ്സല്യൂട്ടിന് തന്നെ കൺസോളിഡേറ്റഡ് കറന്റ് അഫയേഴ്സ് നമ്മുടെ ഇപ്പൊ ഉണ്ട് അല്ലെ? ഒരു മാസം കൺസോൾട്ടേറ്റഡ് ബുക്കും വരുന്നുണ്ട്, ലാസ്റ്റ് വരും. ഫുൾ കറന്റ് അഫയേഴ്സിന്റെ കൺസോൾട്ടേറ്റഡ് അബ്സല്യൂട്ടിന്റെ. നമുക്ക് ആപ്പിലല്ലേ എക്സാം നടക്കുന്നത്? ആപ്പിലാണ് എക്സാം നടക്കുന്നത്. അപ്പൊ രാവിലെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഒരു PDF കിട്ടുമോ? കാരണം സാറ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തെറ്റുള്ള നമുക്ക് പറയാം, അതൊക്കെ ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ നിങ്ങൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിൽ വരിക കേട്ടോ. പിന്നെ ചില പിള്ളേർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്റെ കൂട്ടുകാരനെ സഹായിച്ചു കളയാം, കൂട്ടുകാരിയെ സഹായിച്ചു കളയാം, ഞാൻ ചേർന്നുള്ള നീ ചേരണ്ട, നിനക്ക് ഞാൻ ഷെയർ ചെയ്യാം. അങ്ങനെ ഒന്നും ചെയ്യരുത്, ആ ഒരു ഇന്റഗ്രിറ്റി ഇല്ലായ്മയാണ് കേട്ടോ. നമ്മളൊരു സിവിൽ സർവന്റ് ആകുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? ഇന്റഗ്രിറ്റിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് ഒന്നും പോകരുത്, അതൊരു അൺഎത്തിക്കൽ പ്രാക്ടീസ് ആണ്. കാര്യം നമ്മൾ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട്. ഇനി ആർക്കെങ്കിലും ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ല, ആളുകൾ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ അവർക്ക് വേണ്ട ഒരു കാര്യം ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. അപ്പൊ എന്തായാലും നിങ്ങൾ ഇതില് കൃത്യമായിട്ട് പങ്കെടുക്കുക. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം? ചോദിച്ചോ, എന്താ ചോദിച്ചത്? അല്ല സാർ, നമ്മളിപ്പോ ടെസ്റ്റ് സീരീസിന്റെ കുറെ ക്വസ്റ്റ്യൻസ് എല്ലായിടത്തും കാണുന്നുണ്ട്, ടെലഗ്രാമിലാണെങ്കിൽ ഇഷ്ടം പോലെ കിട്ടുന്നു. പക്ഷെ അതും അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൽ, ആ പാറ്റേണിൽ ആൻസർ ചെയ്യുമ്പോഴും മാത്രം നമ്മൾ ചെയ്യണ തെറ്റെന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഏത് ട്രാക്കിലേക്ക് പോകും, നമുക്ക് സ്വയം എവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ കാണുന്ന പോലെ അല്ല എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, അത് ഡിഫറൻസ് ഉണ്ടാവും. ടെലഗ്രാമിലൊക്കെ ചുമ്മാ പോയിട്ട് ഫ്രീ ക്വസ്റ്റ്യൻ കിട്ടും. ആണോ? ഇത് വളരെ സയന്റിഫിക് ആയിട്ട് ഒരു റിസർച്ച് രാവും പകലും ഇരുന്ന് അവർ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മുടെ ടീം ഇന്നലെ ഒന്നും അവർ ഉറങ്ങിയിട്ടില്ല, ഞാൻ വിളിച്ചിട്ട് അവര് എല്ലാം ഇതിന്റെ പുറകെയാണ്. അവർ അത്രയും എഫേർട്ട് എടുത്തിട്ട് അവർ ചെയ്യുകയാണ് ഈ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട്. അവര് അതിൽ ഫുള്ളായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ ഒരു പാറ്റേൺ വരുന്നത് പതിയെ പതിയെ നമ്മൾ സൈക്കോളജിക്കലായിട്ടാണ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ അതിന്റെ കൃത്യത ഇത് വളരെ സൈക്കോളജിക്കലായി. ഇപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ അത് എഴുതി പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആ രീതിയിലാണ്. അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കളോടുകൂടി പറയുക. അബ്സല്യൂട്ടിലുള്ള കുട്ടികൾ മാത്രമല്ല, പുറത്തുനിന്നുള്ള കുട്ടികൾക്ക് എഴുതാം. അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കുക. ഒപ്പം നമ്മുടെ ഈ ടെസ്റ്റ് സീരീസിന്റെ വാർത്തകൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളുടെ പേജുകളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുവാണ്, പരമാവധി ആളുകളിലേക്ക് ഇത് എത്തും. അപ്പൊ അതും ഒന്ന് എത്തിക്കുക.
ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ എനിക്ക് തോന്നുന്നു ഇന്നലെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ടെസ്റ്റ് സീരീസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. അതൊക്കെ നിങ്ങൾ മെമ്പർ ആയിട്ടുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിടുക. പരമാവധി ആളുകൾ ചെയ്യട്ടെ. കാര്യം ഏറ്റവും കുറഞ്ഞ ഒരു ഫീസിൽ വേറെ ആരും ചെയ്യും. ഏതാ ടെലഗ്രാമിൽ ഞാൻ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് ഷെയർ ചെയ്യാം. പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക ഈ ഒരു സന്ദേശം. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കഴിയുമ്പോഴേക്കും എന്താണ്, ഇത് കഴിയുമ്പോൾ നമ്മുടെ മെയിൻ്റെ ടെസ്റ്റ് സീരീസും തുടങ്ങും കേട്ടോ. പ്രിലിം കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നമ്മുടെ മെയിനും തുടങ്ങും. സാറില് അജിൽ ചോദിച്ചോളൂ. അജിൽ പറയൂ. അജിൽ സാറേ, ഇത് ഓൺലൈനായിട്ടല്ലേ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യേണ്ടത്? അതെ അതെ അതെ. അപ്പൊ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നെറ്റിന്റെ പറ്റില്ല എങ്കിൽ നമുക്ക് ആക്സസ്, നമ്മുടെ റെക്കോർഡഡ് വീഡിയോ ഉണ്ട് ഈ ടെസ്റ്റ് സീരീസിന്റെ ഡിസ്കഷന്റെയും, അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് അതിലേക്ക് ആക്സസ് തരും. ഇപ്പൊ ചിലർ ജോലിയുടെ കൂടെ ഈ സമയത്ത് കയറാൻ പറ്റുകയില്ല എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അത് പിന്നീട് അത് റെക്കോർഡഡ് വീഡിയോയുടെ ആക്സസ് ചേരുന്നവർക്ക് ഇവിടുന്ന് തരും, ഓഫീസിൽ നിന്ന് തരും. ആപ്പ് വഴിയാണോ സാറേ നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്? അപ്പൊ എക്സാം ആപ്പ് വഴിയാണ്. എന്താ കാര്യം എന്ന് പറയാം, ആപ്പ് വഴി ചെയ്തില്ലെങ്കിൽ ഒന്ന് ഇതൊരു എക്സാം അല്ലേ അല്ലേ? അപ്പൊ നിങ്ങളുടെ മാർക്ക് എല്ലാം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇവാലുവേറ്റ് ചെയ്യാം. നിങ്ങൾക്കും കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ആ ടൈമിനുള്ളിൽ നിങ്ങൾ ചെയ്യുക. ഇനിയൊക്കെ അടുത്ത് വരുന്ന വർഷങ്ങളിലൊക്കെ പ്രിലിമിനറി ഒക്കെ ഓൺലൈൻ ആവാനുള്ള സാധ്യതയുണ്ട്. മിനിസ്റ്റർ ഇപ്പൊ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനിലേക്കൊക്കെ വരാനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. സർ ഇപ്പൊ കറക്റ്റ് 9 AM നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ലെന്ന് നോക്കി, എന്തെങ്കിലും എമർജൻസി കാര്യം വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ നമ്മുടെ ടൈം, നമ്മളിപ്പോ ടൈം നോക്കൂ. ടൈം നമ്മൾ ഇട്ടിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കിട്ടും അല്ലെ? നിങ്ങൾ കണ്ടില്ലേ ആ സമയത്താണ് നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആവത്തുള്ളൂ അല്ലെ? ആ സമയത്ത് അങ്ങനല്ലേ? കൃത്യം നമ്മൾ ഇട്ട സമയത്ത് നിങ്ങൾക്ക് 9 AM നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? 9 AM to 11 AM ആണ് ടൈം. ഇനി 11 AM ആയിട്ട് നിങ്ങൾ ചെയ്തില്ലേലും എന്ത് പറ്റും? ഓട്ടോ സബ്മിഷൻ പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യുക. കൃത്യമായിട്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് നല്ല നെറ്റ് ഉള്ളിടത്ത് ഒന്ന് കയറുക. നെറ്റ് കണക്ടിവിറ്റി ആവശ്യമാണ് കേട്ടോ. നെറ്റൊക്കെ റെഡിയാക്കുക. വേറെ കോൾ ഇടയ്ക്ക് കയറി വരാതിരിക്കാൻ നോക്കുക. പറ്റുവാണ് ആ രീതിയിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കോൾ എടുക്കാൻ പോകരുത് എക്സാമിനിടയ്ക്ക്. ആക്ച്വൽ ഒരു എക്സാം ആണ് നിങ്ങൾ ചെയ്യുന്നത്. ആ സീരിയസ്നെസ്സോട് കൂടിയൊക്കെ ചെയ്യും. സർ ഒരു ഡൗട്ട് വെച്ചോട്ടെ, നമുക്ക് ടൈം കുറച്ച് കൂടി കിട്ടുമോ? എന്നുവെച്ചാൽ 11 എന്നുള്ളൊരു 11:10 അങ്ങനെ ഒരു ഇതിൽ കിട്ടുമോ? അങ്ങനെ ചോദിച്ചാൽ അത് വേണേ ഒരു 10 ഇപ്പൊ 1-2 ഫിസിക്കൽ ചലഞ്ചസ് ഉള്ള കുട്ടികൾ നമ്മുടെ ഗ്രൂപ്പിൽ ഉള്ളതുകൊണ്ട് വേണേ ഒരു 10 മിനിറ്റ് തരാം അല്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഒപ്പം വായിച്ചു പോകാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ടേ. അല്ലല്ല, വേറൊരു പ്രശ്നം എന്താണെന്നറിയാമോ? നിങ്ങൾ എപ്പോഴാണോ അറ്റൻഡ് ചെയ്യുന്നത് അതിൽ നിന്ന് 2 hours ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ട് ആവും. അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ അത് എനിക്കും ചോദിക്കാനുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിപ്പോ നമുക്കിപ്പോ എക്സ്ട്രാ ടൈം ഒരു 10 മിനിറ്റ് കൂടുതൽ കിട്ടുമെന്ന് ചോദിച്ചപ്പോ നിങ്ങൾ അത്ര എഴുതാവുന്ന അത്ര എഴുതും. ഇങ്ങനെ അല്ലല്ല, അതിനെ നമ്മുടെ ഗ്രൂപ്പില് ഓൾറെഡി ഫിസിക്കൽ ചലഞ്ചസ് അവർക്ക് ബൈ ലോ പ്രകാരം അവർക്ക് എക്സ്ട്രാ ടൈം കിട്ടും. എക്സാം എഴുതുമ്പോഴും ഒരു ആക്ച്വൽ എക്സാം എഴുതുമ്പോഴും അവർക്ക് ഒരു 5-10 മിനിറ്റ് കൂടുതൽ കിട്ടും പൊതുവെ. അങ്ങനെയുണ്ട്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചെത്തുമ്പോ നോർമലി എനിക്ക് ടൈം ലാഗ് വരാറുണ്ട് സർ. ട്രൈ ചെയ്യൂ, മാക്സിമം ചെയ്യൂ. അല്ല ആദ്യമൊക്കെ ഫിസിക്കൽ ചലഞ്ചസ് ഉണ്ടാവും സാറുണ്ട് കുറച്ചൊക്കെ. ഞാൻ ഇപ്പൊ തന്നെ നമ്മളിപ്പോ മറ്റേ ഈ ബൈജൂസ് ആപ്പിലൊക്കെ ചെറിയ ഇങ്ങനെ മോക്ക് ടെസ്റ്റ് വരാറുണ്ട്. അപ്പൊ അതിലൊക്കെ കേറുമ്പോഴേ എനിക്ക് ആദ്യം തന്നെ ഇതാണ് പ്രശ്നം. ടൈം ഭയങ്കര പ്രശ്നമാണ്. സ്പീഡ് കൂടാനും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ടെസ്റ്റ് സീരീസ് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇന്ന് തന്നെ ഓഫീസിൽ വിളിക്കുക. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ബ്ലോക്ക് ചെയ്യുക. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാ? ഏതാ 9 AM തന്നെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എപ്പോഴാണോ ജോയിൻ ചെയ്യുന്നത് അപ്പോഴും 2 മണിക്കൂർ കിട്ടും. അങ്ങനെയല്ലേ? അതായത് ഇപ്പൊ 9:30 ജോയിൻ ചെയ്യുന്നത് 9:30 2 മണിക്കൂർ കിട്ടും. അങ്ങനെയാണ്. 11 മണിയാകുമ്പോ പോവില്ലേ ക്വസ്റ്റ്യൻ? അതിൽ നിന്ന് കിട്ടാവോ? അങ്ങനെ ഉണ്ടോ? 11 വരെ മാക്സിമം 11 to 1 ഡിസ്കഷൻ അല്ലേ സർ? ഓക്കെ, ഒരു കാര്യം പോവുമല്ലോ. അത് ഇവർക്ക് ഇവിടുന്ന് നമ്മുടെ സോഫ്റ്റ്വെയർ ടൈമിന് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. 11 ആകുമ്പോ പോവില്ല. നിങ്ങൾ എപ്പോഴും 9 മണിക്ക് കയറാൻ പറ്റുക. എക്സെപ്ഷണൽ കേസ് ആർക്കെങ്കിലും 9 മണിക്ക് കയറാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് എന്ത് കിട്ടും? അവർക്കൊരു അരമണിക്കൂർ അഡീഷണൽ വേണമെങ്കിൽ അരമണിക്കൂറുടെ ഇവിടെ നിൽക്ക് തരാം. നിങ്ങൾ എപ്പോഴാണോ ജോയിൻ ചെയ്യുന്നത് ആ ടൈമിൽ നിന്ന് 2 മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് കിട്ടും. ഞാൻ ചോദിക്കട്ടെ, ഡിസ്കഷന് അപ്പൊ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ? ഞാൻ 11:30 ഡിസ്കഷൻ തുടങ്ങും.
നിങ്ങൾ ലോങ് ആയിട്ട് നിങ്ങൾ പങ്കെടുക്കുക. ഒരു അരമണിക്കൂറിന്റെ ഗ്യാപ്പാണ് അവിടെ മാക്സിമം ഉള്ളത്. 11 വരെയാണ് എക്സാം. 11 ഞാൻ ലൈവ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യും. 11 ക്വാളിറ്റി എക്സാം നടക്കുന്ന ആ ടൈമിൽ തന്നെയല്ലേ നമുക്ക് ആ ഒരു പേപ്പറിന്റെ ഉള്ളിൽ തന്നെയല്ലേ നമ്മളെ കറണ്ട് അഫയേഴ്സ് ഉണ്ടാക്കുക, ജനുവരി ഫെബ്? അതെ അതെ, സെയിം അതിനകത്ത് മിക്സ് ചെയ്തായിരിക്കും ജാൻ ഫെബ് കറണ്ട് അഫയേഴ്സ്. ഓക്കെ സാർ. അപ്പൊ ഇത് വളരെ ഒരു നോർമൽ നിങ്ങൾ UPSC എക്സാം എഴുതുന്ന അതേ സ്പിരിറ്റോടെ എടുക്കുക. കഴിഞ്ഞ ദിവസം ശ്രീ ശബരിനാഥ് MLA നമ്മുടെ മാർവേനീസ് കോളേജിലെ പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യാൻ വന്നപ്പോഴത്തെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അദ്ദേഹം കുട്ടികളോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഈ പരീക്ഷയെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ചുമ്മാ വന്ന് പരീക്ഷ എഴുതരുത്, ഒന്നും പഠിക്കാതെ കണ്ണും പൂട്ടി വന്നിരുന്നു. കുറച്ചെങ്കിലും വായിച്ച് പഠിച്ചിട്ട് വന്നിട്ട് പരീക്ഷ എഴുതുക കേട്ടോ. എല്ലാ UPSC മാർക്ക് നോർമൽ മാർക്ക്, നെഗറ്റീവ് മാർക്കും ഉണ്ട് കേട്ടോ. അതെല്ലാം ഇട്ടായിരിക്കും ഫൈനൽ റാങ്ക് വരിക. സോ ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഇന്ന് നന്നായിട്ടിരുന്ന് പഠിക്കുക. ഇന്ന് നന്നായിട്ട് അല്ലേ, ഇന്ന് പകൽ സമയം മുഴുവനുണ്ട്, രാത്രിയുണ്ട്. ഓപ്ഷണൽ ക്ലാസ് ഇന്ന് ഒഴിവാക്കണോ, വേണോ? ഒഴിവായിക്കോളൂ സർ, അത് വേണ്ട. തീർന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യുക, എന്നാ ഇന്ന് ഓപ്ഷണൽ ക്ലാസ് ഒഴിവാക്കാം. ഇന്ന് ഓപ്ഷണലിന്റെ ക്ലാസ് ഇല്ല, നാളെ എക്സാം ആയതുകൊണ്ട് കേട്ടോ. നന്നായിട്ടിരുന്ന് പഠിക്കാം. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഇപ്പൊ തന്നെ വിളിച്ച് ലിങ്ക് ഇട്ടിട്ടുണ്ട്, ലിങ്ക് അവർ ഡിലീറ്റ് ചെയ്ത് കളയും കേട്ടോ ഓപ്ഷണലിന്റെ. നെഗറ്റീവ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കുറച്ച് കുട്ടികൾക്ക് വേണമെന്നുണ്ടായിരുന്നു. നെഗറ്റീവ് മാർക്ക് 1/3. ഒരു ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ ശരി ഉത്തരത്തിന്റെ 1/3 മാർക്ക് പോകും കേട്ടോ. നെഗറ്റീവ് മാർക്കിംഗ് അങ്ങനെയാണ്. ഒരു ഉത്തരം തെറ്റായ ഏതെങ്കിലും ശരി ഉത്തരത്തിന്റെ 1/3 മാർക്ക് പോകും. അതായത് 3 ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ ഒരു ശരി ഉത്തരത്തിന് കിട്ടിയ ഫുൾ മാർക്ക് നഷ്ടപ്പെടും. അപ്പൊ പരമാവധി തെറ്റു വരുത്താതിരിക്കാൻ ശ്രമിക്കും. സർ അത് നമ്മൾ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് കുഴപ്പമില്ലല്ലോ, അറ്റൻഡ് ചെയ്യുന്നതിന് അത് നമുക്ക് നെക്സ്റ്റ് അടിച്ച് പോവാലോ. നമ്മുടെ 100 ചോദ്യങ്ങളാണ് വരിക കേട്ടോ. ഓക്കെ സർ. താങ്ക് യു. താങ്ക് യു സർ. 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 താങ്ക് യു.